ഹലോ എവ്രിവൺ, വെൽക്കം ടു Q3 വേൾഡ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ്. 5 വർഷമായിട്ട് ഞാൻ ഈ ഒരു സെയിം റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത്. ഇതിൻ്റെ മെഷർമെൻറ്റ്സും ടിപ്സും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുകയാണെങ്കിൽ എപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു സ്പോഞ്ച് കേക്ക് ആയിട്ട് വരും. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു 1 kg വെയിറ്റുള്ള ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ്. അതിന് നമുക്ക് വേണ്ടത് 4 എഗ്ഗാണ്. ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗാണ് എടുക്കേണ്ടത്. അതായത് ഫ്രിഡ്ജിൽ നിന്നും ഡയറക്റ്റ് എടുത്ത് തണുപ്പുള്ള എഗ്ഗൊന്നും നമ്മളിത് ബീറ്റ് ചെയ്യാനായിട്ട് നോക്കരുത്. നമുക്ക് എഗ് ബീറ്ററിലും സ്റ്റാൻഡ് മിക്സറിലും എങ്ങനെ വേണമെങ്കിലും ഇത് ബീറ്റ് ചെയ്യാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ആദ്യം ഒന്ന് ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് എഗ്ഗൊന്ന് കലങ്ങി വരുന്നാൽ നമുക്കതൊന്ന് സ്പീഡൊന്ന് കൂട്ടാം. ഇപ്പോൾ എഗ്ഗൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല. നമുക്ക് ഒരു കപ്പിൽ നിന്നും കുറച്ച് അളവ് കുറച്ചിട്ടാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തത്. ഒരു കപ്പിൽ നിന്ന് എടുത്ത് നമുക്കൊരു 2 ടീസ്പൂണോളം പുറത്തേക്ക് വെച്ചിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ്. വാനില എസൻസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റാൻഡ് മിക്സർ ആയതുകൊണ്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആ സമയത്ത് എടുത്ത് വെക്കാം. നമ്മൾ ഹാൻഡ് മിക്സറിലാണ് എടുക്കുന്നതെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കണം. നേരത്തെ പഞ്ചസാര എടുത്ത അതേ അളവിൽ നമുക്ക് മൈദ എടുക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കപ്പ് നിറയെയാണ് രണ്ടും കൂടെയുള്ള ഒരളവ് വേണ്ടത്. ഒരു കപ്പിൽ കൂടുതൽ ആവാൻ പാടില്ല. അപ്പോൾ നമുക്ക് കപ്പിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റും. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഒരു കപ്പ് ലെവൽ ചെയ്യുന്നത് ആണ് നമ്മുടെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു മെഷർമെൻറ്റ്. നമുക്കൊരു പ്രാവശ്യം മാത്രം ഒന്ന് സീവ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം. എഗ്ഗും പഞ്ചസാരയൊക്കെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് നമ്മുടെ ഈ എഗ്ഗിൻ്റെ കളറൊന്ന് യെല്ലോ കളറിൽ നിന്നും ചേഞ്ചായി ഒരു വൈറ്റ് കളർ ആവുന്നത് വരെ ബീറ്റ് ചെയ്യേണ്ടി വരും. 5 മുതൽ 7 മിനിറ്റ് വരെ നമുക്കതിന് സമയം എടുക്കും. നമുക്ക് ടിന്നൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 8 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ അതിന് കണക്കാക്കി റൗണ്ട് ചെയ്തൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ വെച്ച് അതിൻ്റെ മേലെയും നമുക്കൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടിന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഒരു ബേസിക് ചോക്ലേറ്റ് സ്പോഞ്ച് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് എത്ര കിലോ വെയിറ്റുള്ള കേക്കും ഉണ്ടാക്കാനായിട്ടൊരു സിമ്പിൾ ഫോർമുല ഉണ്ട്. അപ്പോൾ അത് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ്. എഗ്ലെസ് അല്ലാത്ത എല്ലാ കേക്കിനും മെയിനായിട്ട് 3 ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത്: എഗ്ഗ്, ഷുഗർ, മൈദ. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്നതിൽ നമ്മളൊരു ചെറിയ ട്രിക്ക് യൂസ് ചെയ്താൽ നമുക്ക് എത്ര ചെറിയ കേക്കും എത്ര വലിയ കേക്കും ഫ്ലോപ്പ് ആവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. ഇവിടെ നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന എഗ്ഗിൻ്റെ കളറൊക്കെ ചേഞ്ചായി നല്ല വൈറ്റ് കളറായിട്ടുണ്ട്. ഓയിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈദ ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് ഒന്ന് സ്പീഡ് കുറച്ച് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൗളൊന്ന് സെപ്പറേറ്റ് എടുത്ത് സ്പാറ്റുല വെച്ചൊന്ന് ഫോൾഡ് ചെയ്ത് ടിന്നിലേക്ക് മാറ്റാം. ഇതൊക്കെ നിങ്ങൾ എല്ലാ വീഡിയോയിലും കണ്ടിട്ടുണ്ടാകും. സ്പാറ്റുല യൂസ് ചെയ്ത് നല്ല പതുക്കെ ഒന്ന് കട്ടൻ ഫോൾഡ് മെത്തേഡിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒരു റിബൺ കൺസിസ്റ്റൻസിയിലായാൽ നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. കേക്ക് ടിൻ ഒന്ന് ടാപ്പ് ചെയ്ത് നമ്മളിവിടെ ഓവൺ ഇല്ലാതെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓവൺ സെറ്റപ്പിന് വേണ്ടി നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഒരു ബിരിയാണി പോട്ടൊക്കെ അല്ലെങ്കിൽ നമ്മൾ വട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു അലൂമിനിയം പാത്രം ആയാലും മതി. നമുക്ക് ഈ ഒരു കേക്ക് ടിൻ ഇറങ്ങി നിൽക്കുന്ന ആ ഒരു സൈസിലുള്ളൊരു പാത്രമാണ് വേണ്ടത്. നമുക്കതിൻ്റെ നടുക്കൊരു റിങ് വെച്ചിട്ട് നമുക്ക് കേക്ക് ടിൻ അതിൽ വെച്ചൊരു 30 മിനിറ്റ്, ഒരു മിനിമം 30 മിനിറ്റാണ് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വേണ്ടത്. നോൺ സ്റ്റിക്കിൻ്റെ കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് നമുക്ക് പാത്രത്തിൻ്റെ അടിയിൽ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ അലൂമിനിയത്തിൻ്റെ പാത്രം നമുക്ക് ചൂട് കട്ടിയില്ലാത്തതാണെങ്കിൽ ഉപ്പൊക്കെ ഇടേണ്ട ആവശ്യം വരും. അപ്പോൾ നിങ്ങളുടെ പാത്രത്തിനനുസരിച്ച് അത് ചെയ്ത് നോക്കാം. നമ്മുടെ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലാണ് നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം വെക്കേണ്ടത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിലേക്ക് നമ്മൾ ഫ്ലെയിം ഇട്ട് കൊടുക്കരുത്. ഇപ്പോൾ ലോ ഫ്ലെയിമിലൊരു 30 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പൊങ്ങി വന്ന് നല്ല കറക്റ്റ് നല്ല ഡാർക്ക് കളറിലൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടാകും. 30 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നോക്കിയപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്.
അപ്പോൾ ഇനി ഉള്ള ഒരു മെഷർമെൻറ്റ് ഞാനിവിടെ താഴെ എഴുതി കാണിക്കുന്ന മെഷർമെൻറ്റ് ഒന്ന് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കേക്കും ഇതേപോലെ പെട്ടെന്ന് തന്നെ ഓവണൊന്നും ഇല്ലാതെ പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു ബേസിക് സ്പോഞ്ച് കേക്കിൻ്റെയും മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് എഗ്ഗ്, ഷുഗർ, മൈദ. അപ്പോൾ ഈ ഒരു 3 ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റിലാണ് ഒരു ഫോർമുല ഉള്ളത്. അതായത് ഒരു എഗ്ഗ് എന്ന് പറയുന്നത് ഒരു വലിയ എഗ്ഗ് മാക്സിമം 40 ഗ്രാംസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ 35 to 40 ഗ്രാംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഈ ഈക്വൽ സൈസിലുള്ള ഷുഗറും മൈദയും എടുക്കുകയാണെങ്കിൽ 40 ഗ്രാംസ് ഷുഗർ 40 ഗ്രാംസ് മൈദ എന്ന തോതിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒരു കപ്പ് എന്ന് പറയുന്നത് ഒരു 160 ഗ്രാം ആണ്. 250 ml 160 ഗ്രാംസിലാണ് നമ്മുടെ ഏതൊരു മെഷർ കപ്പും ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു കപ്പിന് 1/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് മൈദ എന്ന തോതിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ 2 എഗ്ഗ് യൂസ് ചെയ്യുമ്പോൾ അത് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് മൈദയുമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ എഗ്ഗ് കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ഷുഗറിൻ്റെയും മൈദയുടെയും പ്രൊപ്പോർഷൻ കൂട്ടുക. 3 എഗ്ഗ് ആണെങ്കിൽ 1/4 കപ്പ് ഷുഗറും 1/4 കപ്പ് മൈദയും എടുക്കുക. അപ്പോൾ നമുക്ക് 1 കിലോ എന്ന് പറയുമ്പോൾ ഒരു 4 എഗ്ഗിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ 4 എഗ്സും 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് മൈദയുമാണ് എടുക്കേണ്ടത്. അപ്പോൾ മൈദ ചോക്ലേറ്റ് കേക്ക് ആകുമ്പോൾ നമുക്ക് മൈദയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. വാനില സ്പോഞ്ച് ആണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര കുറച്ച് കുറയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചിലപ്പോൾ എഗ്ഗിൻ്റെ സൈസിനൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ ഒരു ചെറിയ എഗ്ഗൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല ലാർജ് സൈസിലുള്ള എഗ്ഗ് അല്ല കിട്ടിയതെങ്കിൽ പഞ്ചസാരയുടെ അളവ് മാത്രം ഒന്ന് കുറച്ച് കൊടുക്കുക. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമ്മളെപ്പോൾ കേക്ക് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഓർത്തെടുക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും സ്പോഞ്ച് കേക്ക് ഫ്ലോപ്പ് ആവാതെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. ഞാൻ ഇവിടെ വരുന്ന എൻ്റെ എല്ലാ ബേക്കിംഗ് സ്റ്റുഡൻസിനും കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു റെസിപ്പി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. ഇതോടനുബന്ധിച്ചിട്ടുള്ള എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.